എല്ലാവർക്കും റംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ റിയൽ അനാലിസിസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ 4 ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളൊരു 10 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എക്സാം ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടിയാണ് എടുക്കാനുള്ളത്. ആ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിനകത്ത് എക്സാം സീരീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ടെസ്റ്റുകൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ടെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അല്ലാണ്ട് പെയ്ഡ് ടെക്സ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ്? ഇതിലേതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൗണ്ടബിലിറ്റിനെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. എന്തായിരുന്നു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ഓഫ് ടു കൗണ്ടബിൾ സെറ്റ്? കൗണ്ടബിൾ സെറ്റിന്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞതാണ് നമ്മൾ. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നതും എന്താണ്? കൗണ്ടബിൾ ആണ്. ഇത് മൂന്നും നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു എന്തായിരുന്നു? എവരി സബ്സെറ്റ് ഓഫ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. കാരണം എന്താണ്? നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ് അല്ലെ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. ഈ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? ഇൻഡിജേഴ്സും റാഷണൽ നമ്പേഴ്സും ഒക്കെ എന്താണ്? ഈ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. സോ എവരി സബ്സെറ്റ് ഓഫ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് ഈസ് അൺകൗണ്ടബിൾ എന്നുള്ളത് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കൗണ്ടബിലിറ്റിയുടെ ഒക്കെ പ്രോബ്ലത്തിൽ നിങ്ങൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് അൺകൗണ്ടബിൾ? ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 1 അല്ലെ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0-1 എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ് അല്ലെ. അതായത് ഓപ്പൺ ഇന്റർവൽ 0-1 ആണ്. ഓപ്പൺ ഇന്റർവൽ 0-1 എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്? അൺകൗണ്ടബിൾ ആണെന്ന് കണ്ടതാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി എന്താ പറയണത്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഡിവിസിബിൾ ബൈ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. സോ അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ത്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുന്നത്. സോ അതെന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു കൗണ്ടബിൾ സെറ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും എന്താണ്? കൗണ്ടബിൾ ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ തിയറി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് റിയലിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഫാൾസ് ഫോർ റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ്? റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് എന്ത്? രണ്ട് ഫംഗ്ഷൻസ് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ സം എന്ന് പറയുന്നത് റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. പോസിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏത് മാത്രമേ ഉള്ളൂ? കോമ്പോസിഷൻ ഫംഗ്ഷൻ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുള്ളൂ. സോ എവരി കോമ്പോസിഷൻ ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താകില്ല? ഇന്റഗ്രബിൾ ആവില്ല. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പോസിറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ സമ്മ് എന്താണ്? റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ എഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിരുന്നാൽ റീമാൻ ഇന്റഗ്രബിളിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സും എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ അതും എന്തായിരിക്കും? റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ അതും എന്തായിരിക്കും? റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. റീമാൻ ഇന്റഗ്രബിൾ അല്ലാണ്ട് വരുന്നത് ഏതാണ്? ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? റീമാൻ ഇന്റഗ്രബിൾ അല്ല. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റ് എ എൻ ഈക്വൽ ടു 1/n. എ എൻ എന്ന് പറയുന്നത് 1/n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് എത്ര വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് വരും. അത് എവിടേക്കാണ് പോണത്? 0യിലേക്കാണ് പോണത്. അതായത് ഈ ഒരു സീക്വൻസ് കൺവേർജസ് ടു എന്താണ്? കൺവേർജസ് ടു 0 ആണ് അല്ലെ. ഈ ഒരു സീക്വൻസ് കൺവേർജസ് ടു 0 ആണ്. നമ്മൾ പഠിച്ചായിരുന്നു എന്തായിരുന്നു? ഏതെങ്കിലും ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ എന്തായിരിക്കും? അതിന്
യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും അതിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി ഓപ്ഷൻ എ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സീക്വൻസ് ഹാസ് നോ ലിമിറ്റ് പോയിന്റ് എന്നാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. ദ ഒൺലി ലിമിറ്റ് പോയിന്റ് ഓഫ് ദ സീക്വൻസ് ഈസ് 0. അത് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഇതിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആണ്. ആ 0 ആയിരിക്കും എന്ത് ഇതിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു സീക്വൻസ് എടുക്കുകയാണ്, -1n എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 1ഉം -1ഉം ആയിരിക്കും ലിമിറ്റ് പോയിന്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ് അല്ലേ? ദ സീക്വൻസ് ഡൈവേർജൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അതുപോലെ തന്നെ എവരി ടൈം ഈസ് എ ലിമിറ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ലിമിറ്റ് പോയിന്റ് ആയിട്ട് 0 മാത്രമേ ഉള്ളൂ. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സീക്വൻസിന്റെ nth ടൈം എന്ന് പറയുന്നത്, അതായത് ഇത്രയും എടുക്കുവാണെങ്കിൽ ഇതിന്റെ nth ടൈം എന്ന് പറയുന്നത് എന്താണ്? n⁻1/n ആണ് അല്ലേ? സോ ഞാൻ an എന്ന് പറയുന്നത് n⁻1/n എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് എത്രാന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്? 1 ആണെന്ന് സെക്കൻഡ് ക്ലാസ്സിൽ റിയലിന്റെ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നതാണ്. എന്ത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an = 1, അതായത് n⁻1/n ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an അതുപോലെ തന്നെ നമ്മൾ an വെച്ചൊരു സീക്വൻസ് ഉണ്ടാക്കുവാണ് അല്ലെ? an വെച്ച് എങ്ങനെയാണ്? xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടാക്കുവാണ്. എങ്ങനെയാണ്? a1 + a2 + എക്സെട്ര + an ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഒരു സീക്വൻസ്. ആ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? a1, സെക്കൻഡ് ടൈം a2 + എക്സെട്ര an ഡിവൈഡഡ് ബൈ n. ഇതായിരിക്കും എന്ത്? xn എന്ന് പറയുന്ന സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി xn എന്തായിരിക്കും? സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് എത്രാന്ന് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. സോ ഈ ഒരു സീക്വൻസും എവിടേക്ക് തന്നെയായിരിക്കും പോകുന്നത്? 1ലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ സീരീസ്. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിന്റെ nth ടൈം an എന്ന് പറയുന്നത് എന്താണ്? n² ഡിവൈഡഡ് ബൈ 3n ആണ്. സോ an+1/an എന്ത് വരും? an+1/an = n+1² ഡിവൈഡഡ് ബൈ 3n+1 ഇൻറ്റു എന്തെന്ന് വരും? 3n ഡിവൈഡഡ് ബൈ n² എന്ന് വരും. സോ ഞാൻ ഇവിടുന്ന് ന്യൂമറേറ്ററിൽ നിന്ന് n² ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? n² ഇൻറ്റു 1+1/n (² ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ എങ്ങനെ എഴുതാം? 3n ഇൻറ്റു 3. ന്യൂമറേറ്റർ ഇവിടെ എന്ത് വരും? 3n ഡിവൈഡഡ് ബൈ n² എന്ന് വരും. n² കട്ടായി പോകും. 3n കട്ടായി പോകും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എന്ന് പറയുന്നത് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+1/n (² ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ആ n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇത് എവിടേക്ക് പോകും? 0യിലേക്ക് പോകും. സോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 1/3 എന്ന് കിട്ടും. നമ്മുടെ സീരീസിന്റെ കൺവേർജൻസിന്റെ ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഡി-ആലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റിൽ എന്തായിരുന്നു? ആ കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് <1 ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് 1/3 ആണ് കിട്ടിയത്. ആ 1/3 എന്ന് പറയുന്നത് <1 ആണ്. സോ ഗിവൺ സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കൺവേർജന്റ് സീരീസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ nth ടൈം ഓഫ് ദ സീക്വൻസ്. ഇതിന്റെ nth ടൈം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതായത് n = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കി n = 1 കൊടുക്കുമ്പോൾ എത്ര വരും? 1+1/1 2 എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ഓപ്ഷനിലോ 1 - 1/1 1 - 1 0 ആയി പോകും. സോ ഈ ഓപ്ഷൻ തെറ്റിപ്പോകും. തേർഡ് ടൈം നോക്കി, തേർഡ് ഓപ്ഷൻ നോക്കി 1+1 2 വരും. 2 ഇൻറ്റു എന്താണ്? -1/0. അപ്പം നമുക്കത് 2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അതും അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡിയോ 1 - 1 അത് തെറ്റായി പൊക്കോളും. സോ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ഫസ്റ്റ് ടൈം വെച്ച് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും.
ഇനി സെക്കൻഡ് ടൈം നോക്കി, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടണം, -3/2 എന്ന് കിട്ടണം. ഇവിടെ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എത്ര കിട്ടും, 1 + 1/2 ദാറ്റ് ഈസ് 2 + 1 3/2 എന്നേ കിട്ടത്തുള്ളൂ. സോ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ സി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി, ഞാൻ n ഈക്വൽ ടു 2 കൊടുത്തു. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് വരും, -1/2 - 1 ദാറ്റ് ഈസ് 1 × 1 + 1/2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, -3/2 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to y 3x² - y dx dy. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും, 3x² ഇന്റഗ്രൽ എന്ത് വരും, 3x³ ഡിവൈഡഡ് ബൈ 3 മൈനസ് x ഇൻറ്റു y എന്ന് വരും. ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, 0 to y dy എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3 3 കട്ടായി പോകും, എന്ത് വരും, ഇന്റഗ്രൽ 0 to 2 x³ മൈനസ് xy ഫ്രം 0 to y dy എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഇന്റഗ്രൽ 0 to 2 y കൊടുക്കുമ്പോൾ എന്ത് വരും, y³ മൈനസ് ഇവിടെ y കൊടുക്കുമ്പോൾ എന്ത് വരും, y². ലോവർ ലിമിറ്റ് 0 ആണ്, സോ അതെന്തായി പൊക്കോളും, 0 ആയി പൊക്കോളും. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു y³ ഇന്റഗ്രൽ എന്താണ്, y⁴ ഡിവൈഡഡ് ബൈ 4 മൈനസ് y² ഇന്റഗ്രലോ y³ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, 0 തൊട്ട് 2 വരെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു y ക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2⁴. 2⁴ എന്ന് പറയുമ്പോൾ എത്രയാണ്, 16 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 ആണ്. 8 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 0 ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും, രണ്ടും 0 ആയി പോകും. സോ 16/4 എത്ര വരും, 4 മൈനസ് 8/3 എന്ന് കിട്ടും. അതായത് എത്ര എന്ന് കിട്ടും, 4 × 3 12, ദാറ്റ് ഈസ് 12 - 8 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് 12 - 8. 12 - 8 എന്ന് പറയുമ്പോൾ എത്ര വരും, 4 വരും. ദാറ്റ് ഈസ് 4/3 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവാലുവേറ്റ് ഇന്റഗ്രൽ -1 to 2 ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 2 10xy² z³. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യണം, ദെൻ വിത്ത് റെസ്പെക്ട് ടു y, ദെൻ വിത്ത് റെസ്പെക്ട് ടു x അല്ലേ. സോ എന്ത് വരും, ഇന്റഗ്രൽ -1 to 2, ഞാൻ ഈ 10 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രൽ 0 to 1 ഏതാണ്, വിത്ത് റെസ്പെക്ട് ടു z ആണ് വരുന്നത്. സോ എന്ത് വരും, xy² z⁴ ഡിവൈഡഡ് ബൈ 4 വരും. ഞാൻ ആ ബൈ 4 പുറത്തേക്ക് കിട്ടും. ഓക്കെ, ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, ലിമിറ്റ് എന്ന് പറയുന്നത് 0 തൊട്ട് 2 വരെയാണ്. ദെൻ dy dx എന്ന് വരും. 10/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5/2 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 ഇന്റഗ്രൽ 0 to 1 xy² ഇൻറ്റു 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2⁴. 2⁴ എന്ന് പറയുമ്പോൾ എത്ര വരും, 16 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് 16 dy dx എന്ന് വരും. അഗെയിൻ ഞാൻ ഈ 16 ഔട്ട് സൈഡ് എടുത്തു. 16 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, 16 2 കട്ടായി പോയി 8 വരും. ദാറ്റ് ഈസ് 8 × 5 40 എന്ന് വന്നു. 40 ഇൻറ്റു ഇന്റഗ്രൽ -1 to 2. ഇനി ഏതാണ്, വിത്ത് റെസ്പെക്ട് y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ x ഇൻറ്റു y² ഇന്റഗ്രൽ എന്ത് വരും, y³ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഞാൻ ആ ബൈ 3 ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, 0 തൊട്ട് 1 വരെയും dx എന്ന് വന്നു. സോ അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 1. ലോവർ ലിമിറ്റ് 0 ആകുമ്പോൾ എന്ത് വരും, 0 എന്ന് വരും. സോ നമുക്ക് എങ്ങനെ കിട്ടും, 40/3 ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 x dx എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, x²/2 ആണ്. സോ 40/3 ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആ 2 ഞാൻ ഇവിടെ എഴുതി. ഫ്രം ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്, -1 തൊട്ട് 2 വരെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും, ഇത് രണ്ടും കൂടി കട്ടായി പോയി 20 എന്ന് വന്നു. സോ 20/3 ഇൻറ്റു 2 അപ്പർ ലിമിറ്റ് കൊടുത്തു. 2² എത്ര വരും, 4 വരും. 4 മൈനസ് ലോവർ ലിമിറ്റ് -1ന്റെ സ്ക്വയർ 1 എന്ന് വരും. സോ നമുക്ക് എത്ര എന്ന് കിട്ടും, 20/3 ഇൻറ്റു 3 എന്ന് വരും. 3യും 3യും കട്ടായി പോകും. ഫൈനൽ ആൻസർ എത്ര എന്ന് കിട്ടും, നമുക്ക് 20 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റിയൽ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് കുറേ കൂടെ പ്രോബ്ലംസ് ഇടാം. കാരണം എക്സാമിന് ഇനിയും ടൈം ഉണ്ട് നമുക്ക്. അപ്പം അടുത്ത യൂണിറ്റും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് മിക്സ് ചെയ്ത് എല്ലാം ഒരു ഇടാം. അതുപോലെ തന്നെ എന്താണ് എക്സാംസ് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ ഫ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻ നമുക്കിടാം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളോട് പറയാം, നമുക്ക് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.